Hello everyone, Assalamu alaikum and welcome back to another video. ഇന്നത്തെ വീഡിയോ മുർഗ് മുഗ്ലായി മസാലയുടെ റെസിപ്പിയാണ്. ഇത് ഇപ്പോഴത്തെ റെസിപ്പി ഒന്നുമല്ല കേട്ടോ, ഒരു 1994 ഇറങ്ങിയ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ്. കണ്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോൾ ഞാനും ഉണ്ടാക്കി നോക്കിയതാണ്. നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ മുർഗ് മുഗ്ലായി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 1.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ പീസസ് ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, എല്ലാ പീസസും മിക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ട് ഈ മസാലയാണ്. മസാലയുടെ മെയിൻ വരുന്നത് പോപ്പി സീഡ്സ് ആണ്, അതായത് കസ്കസ്. അപ്പോൾ അങ്ങനെ ക്യുമിൻ സീഡ്സ്, ഗരം മസാല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ജാറിൽ അരച്ചെടുക്കുമ്പോൾ ഒരു 3-4 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിനെല്ലാത്തിനും ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുക്കുക, അതിൻ്റെ മുകളിൽ ഓയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു ലാർജ് സൈസാണ് എടുത്തിരിക്കുന്നത്, 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഇങ്ങനെ ഒന്നും ആയി വരുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റ് അല്ലേ, പേസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പേസ്റ്റിന് ജാറൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സായി അതിൻ്റെ മസാലയ്ക്ക് റോ സ്മെല്ല് പോകുമ്പോൾ നമുക്കതിന് മുകളിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോയുടെ പ്യൂര്, ഞാനൊരു 4 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിൽ. ഇതെല്ലാം ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും പറയുന്ന പോലെ 1 ടീസ്പൂൺ ഷുഗർ. അപ്പോൾ ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിന് പോലെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനിലെ മസാല എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു 200 ml വാട്ടർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം ആ കാണുന്ന വെള്ളം ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഇതെല്ലാം ഇങ്ങനെ മിക്സായി കൊടുത്തിട്ട് പിന്നെ എല്ലാം മിക്സായി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ഞാനൊരു 100 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മസാലയും ചിക്കനും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ 1 ടീസ്പൂൺ കസൂരി മേത്തിയും ഒരു കൈ ഫുള്ളും ഞാൻ കൊറിയാൻഡർ ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മുർഗ് മുഗ്ലായി മസാല റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇത് ബെസ്റ്റായിട്ട് ചപ്പാത്തിയുടെ കൂടെയും നാണിൻ്റെ കൂടെയാണ് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.